എന്റെ ഹൃദയത്തിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വിലയേറിയതും പ്രിയപ്പെട്ടതുമാണ്. നിങ്ങളുടെ ഓരോ കണ്ണീരും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒറ്റപ്പെട്ട രാത്രികളും ഭാരം നിറഞ്ഞ മനസ്സുകളും ചിലപ്പോൾ ശബ്ദമൊന്നുമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന വേദനയും. നിങ്ങൾ ഒളിപ്പിച്ചതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറയാൻ കഴിയാത്തതും ഞാൻ കേട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നു, എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നതെന്തിനാണ് ലഭിക്കാത്തത്? നിങ്ങൾ ചെയ്തത് മതിയായില്ലെന്ന്, നിങ്ങൾ യോഗ്യമല്ലെന്ന്, നിങ്ങൾ മറന്നുപോയവരാണെന്ന്, നിങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. പക്ഷേ സത്യം ഇതാണ്: നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ഒരിക്കലും വിലകുറഞ്ഞവരല്ല. ഞാൻ നിങ്ങളോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ശ്വാസത്തെപ്പോലെ അടുത്ത്. മക്കളെ, ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു: പ്രത്യാശ നഷ്ടപ്പെടരുത്. കാറ്റുകാറ്റായി നിങ്ങളുടെ മനസ്സിക്കപ്പെട്ടാലും, പഴയ മുറിവുകൾ നിങ്ങളുടെ ഹൃദയം കത്തിച്ചാലും, ഭാവിയിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ഭയന്നാലും പ്രത്യാശ വിട്ടുകളയരുത്. നിങ്ങൾ തളർന്നാലും ശക്തി കുറഞ്ഞാലും മുന്നോട്ട് പോകാൻ വഴിയൊന്നും കാണാത്ത പോലെ തോന്നിയാലും നിങ്ങൾ പിടിച്ചു നിൽക്കുക. കാരണങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലും എൻ്റെ കൈയാണ് നിങ്ങളെ നയിക്കുന്നത്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ചിലപ്പോൾ ഞാൻ വാതിലുകൾ അടയ്ക്കും, നിങ്ങൾക്കു വേദനിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആശ്രയിച്ചിരുന്നത് മാറിപ്പോകാം. നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തു നിന്ന് മറുപടി വരാതിരിക്കാം. പക്ഷേ നിങ്ങൾ കണ്ടില്ലെങ്കിലും ആ അടഞ്ഞ വാതിൽക്കു പിന്നിൽ പുതിയ വഴികൾ ഞാൻ ഒരുക്കുകയാണ്. നിങ്ങൾ അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക, ആഹാ, ഇതാണോ അച്ഛൻ ഒരുക്കിയ വഴി. നിങ്ങൾക്ക് തോന്നാം, ഇതെന്തിനാണ് സംഭവിച്ചത്? ഞാൻ മാത്രമോ ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നത്? എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തിന് മാറ്റമില്ല? മക്കളെ, നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ തെറ്റല്ല, പക്ഷേ മറുപടി നിങ്ങളുടേതായ സമയത്തല്ല വരിക. അത് എൻ്റെ സമയത്ത് വരും. എൻ്റെ സമയം ദൈവീയമാണ്. വേഗവും വൈകുന്നതും ഇല്ല. നിങ്ങളെ ഏറ്റവും ഉയർത്തുന്ന നിമിഷത്തിൽ ഞാൻ പ്രവർത്തിക്കും. പ്രത്യാശയോടെ ഇരിക്കുക എൻ്റെ മക്കളെ, കാരണം പ്രത്യാശ നിങ്ങളുടെ ആത്മാവിൻ്റെ വെളിച്ചമാണ്. ഇരുട്ടിനെ ചെറുക്കുന്ന ശബ്ദമില്ലാത്ത വിളക്കാണ്. തളർന്നിട്ടും മുന്നോട്ടു പോകാൻ മനുഷ്യഹൃദയത്തിൽ ഞാൻ വെച്ച ശക്തിയാണ്. നിങ്ങളുടെ കണ്ണുകൾ കണ്ണീരോടെ നിറഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതം ഇതുവരെയുള്ള വേദനയാൽ നിർവചിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നുന്നത് എല്ലാം അവസാനം അല്ല, ഞാൻ പുതിയ തുടക്കം ഒരുക്കുന്നു. മക്കളെ, നിങ്ങൾക്കറിയാമോ, ഓരോ തവണയും നിങ്ങൾ കരഞ്ഞുകൊണ്ടു എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാകാത്ത നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങൾ കൈവിട്ടുപോയവരെന്ന് തോന്നുന്ന നിമിഷങ്ങളും ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പലപ്പോഴും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നു, എന്നെ താങ്ങി നിർത്താൻ ഒരാളില്ല. എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നു. ഈ ഭാരം ഞാൻ സഹിക്കാനാവില്ല. പക്ഷേ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വെളിച്ചം മുഴുവനായി അണയുന്നതിനു മുൻപേ ഞാൻ നിങ്ങളുടെ പക്കൽ എത്തി നിന്നിട്ടുണ്ട്. നിങ്ങൾ വീഴാതിരിക്കാൻ ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും ഏതോ നിമിഷങ്ങളിൽ നിങ്ങൾ കടന്നുപോയത് എൻ്റെ കൈപിടുത്തം കൊണ്ടായിരുന്നു. പ്രത്യാശ നഷ്ടപ്പെടരുത് എൻ്റെ മക്കളെ. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതിനപ്പുറം ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതിനപ്പുറം ഞാൻ നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കേണ്ടതായുള്ള ശബ്ദം എൻ്റെ സ്നേഹത്തിലൂടെയാണ് വരുന്നത്. മക്കളെ, ജീവിതം നിങ്ങളുടെ വിരലുകളിൽ നിന്ന് പിഴുതുപോകുന്നതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ വരാം. നിങ്ങളുടെ കാൽവഴി വീഴാനൊരുങ്ങിയതുപോലെ തോന്നുന്ന സമയങ്ങളിലും, ചുറ്റും ആരുമില്ലാത്ത ഒറ്റപ്പെടലിൽ തണുപ്പുള്ള ദിവസങ്ങളിലും. ആ നിമിഷങ്ങളിലെയാണ് ഞാൻ നിങ്ങൾക്കു ഏറെ അടുത്തിരിക്കുന്നത്. പ്രാർത്ഥനകൾ മറുപടിയില്ലതെന്ന് തോന്നിയാലും ആ ശാന്തതയിലേക്ക് എൻ്റെ കൈ നിങ്ങൾക്കു മീതെ വരുന്നു. നിങ്ങളുടെ മനസ്സിനെ ഞാനയുന്നു. നിങ്ങൾ സഹിക്കുന്നതെത്രയെന്ന് ഞാനയുന്നു. നിങ്ങളുടെ കണ്ണുകളിലെ ദുഃഖം, മുഖം മറച്ചു നടക്കുന്ന വേദന, ചിരിയിൽ ഒളിപ്പിച്ച വിഷമം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ മക്കളെ, നിങ്ങൾക്കെതിരായതുപോലെ തോന്നുന്ന വഴിത്തിരിവുകൾ പോലും ചിലപ്പോൾ ഞാൻ നൽകുന്ന സംരക്ഷണമാണ്. നിങ്ങൾ ചോദിച്ച വഴിയിൽ മറന്നുപോയ അപകടങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ആഗ്രഹിച്ച ഒന്നെങ്കിൽ പോലും അത് നിങ്ങൾക്കു സമയമുള്ളല്ലാതെ വന്നപ്പോൾ ഞാൻ അത് തടയുകയും ചെയ്യും. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു.
മെച്ചപ്പെട്ട ഒരെന്നിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്നേഹം പഠിപ്പിക്കുന്നു. ചിലപ്പോൾ ക്ഷമ, ചിലപ്പോൾ വിശ്വാസം, ചിലപ്പോൾ കണ്ണീരിൽ നിന്നും ധൈര്യം. നിങ്ങൾ വളരുന്നു എന്റെ കൈപിടിച്ച്. മക്കളെ, ലോകം നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനാണ് നിങ്ങൾക്കു സംസാരിച്ചത്. ലോകം നിങ്ങളെ തളർത്തിയാലും ഞാൻ നിങ്ങളെ ഉയർത്തും. മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ വിലകുറച്ചു നോക്കുകയോ ചെയ്താലും എന്റെ കണ്ണുകളിൽ നിങ്ങൾ ഒരിക്കലും താഴ്ന്നവരല്ല. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മക്കളാണ്. എനിക്കൊപ്പം നടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്: എപ്പോഴും നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങളെ വളർത്തും. നിങ്ങളുടെ വേദനയിൽ നിന്നു തന്നെ പുതിയ ജീവിതം ഉണ്ടാക്കും. മക്കളെ, ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുമ്പോൾ അത് മരിച്ചുപോയതുപോലെ തോന്നും. പക്ഷേ അതേ മറവിയാണ് അതിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിശബ്ദയും മർദ്ദവും ഇരുട്ടും all preparing you for a greater bloom. നിങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ രൂപപ്പെടുത്താനാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ഓരോ കണവും ഞാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ കൂടുതൽ ശക്തരാകാൻ, കൂടുതൽ കരുണയുള്ളവരാകാൻ, കൂടുതൽ ദൈവത്തോട് ചേരുന്നവരാകാൻ. പ്രത്യാശ നഷ്ടപ്പെടരുത്. കാരണം ഇന്ന് കണ്ടില്ലെങ്കിലും ഞാൻ വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുതുജീവൻ കൊണ്ടുവരാൻ, നിങ്ങൾ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ, നിങ്ങളുടെ കണ്ണീരിനെ സന്തോഷത്തിലേക്ക് മാറ്റാൻ. മക്കളെ, നിങ്ങൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാളുകൾ ഒരു ദിവസം നിങ്ങളുടെ സാക്ഷ്യമായി മാറും. നിങ്ങൾ കടന്നുപോയ വഴികൾ ഒരിക്കൽ മറ്റൊരാളെ താങ്ങുന്ന കൈകളായി മാറും. നിങ്ങളുടെ വേദനയുടെ രാത്രികൾ ഒരിക്കൽ പ്രകാശം പകരുന്ന വിളക്കായി മാറും. നിങ്ങൾ ഇപ്പോൾ കലർന്നിരിക്കാം. നിങ്ങൾ ശ്വാസം പിടിച്ചു കരയുന്നുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ടാകാം. ഭാവിയെക്കുറിച്ച് ഭയമുണ്ടാകാം. പക്ഷേ അതിന്റെ അവസാനമല്ല ഇത്. സൂര്യൻ മുങ്ങുമ്പോൾ രാത്രി വരുന്നു, പക്ഷേ അത് വെളിച്ചം തിരിച്ചു വരാത്തതിനല്ല, വെളിച്ചം വരാൻ സമയം വേണ്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വെളിച്ചത്തിനും സമയം വേണ്ടിവരും. പക്ഷേ അത് വരും. ഞാൻ കൊണ്ടുവരും. പ്രത്യാശ നഷ്ടപ്പെടരുത് എന്റെ മക്കളെ. നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ നിങ്ങളുടെ തലയിണക്കരികിൽ നിന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി നിന്നു. നിങ്ങളുടെ ഹൃദയതാളം ഞാൻ കേട്ടു. ഓരോ നിശ്വാസവും ഞാൻ സ്നേഹിച്ചു. നിങ്ങൾക്കുള്ള എന്റെ കരുതലിന് അളവുകളില്ല. നിങ്ങൾ ഇന്ന് നേരിടുന്ന കുഴപ്പങ്ങൾ അത്രത്തോളം ഭാരം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന നാളെ അതിലും വലിയതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ണീർ നാളെയുടെ വിളവിൻ വിത്താണ്. നിങ്ങൾ വിശ്വാസത്തോടെ എന്റെ പിടിയിലേക്ക് വരുക. നിങ്ങൾ കാണാത്ത വഴിയിലും ഞാൻ നിങ്ങളെ നയിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. മക്കളെ, നിങ്ങളുടെ ജീവിതം ഞാൻ എന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഒരു നിമിഷം പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ തളർന്നു മുട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ താങ്ങും. നിങ്ങൾ നടക്കാൻ കഴിയാതെ താഴേക്ക് വീഴുമ്പോൾ ഞാൻ നിങ്ങളെ എന്റെ ഭുജത്തിൽ കയറ്റി മുന്നോട്ട് നടത്തും. ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട ഒരു വാക്ക്: നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഒരു ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ ഒരിക്കലും വില കുറയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് എന്റെ പദ്ധതിയുണ്ട്. പ്രത്യാശയുള്ള നാളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് എന്റെ മക്കളെ, കണ്ണീരുണ്ടെങ്കിലും ഉയിർത്തെഴുന്നേൽക്കൂ. ഹൃദയം വേദനിച്ചാലും മുന്നോട്ട് നടക്കൂ. നിങ്ങളുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഞാൻ സ്പർശിക്കുന്നു. നിങ്ങളുടെ വഴികൾ ഞാൻ നേരെയാക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ കഥ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അവസാന വരി ഞാൻ തന്നെയാകണം എഴുതുന്നത്, നിങ്ങൾ അല്ല. ഞാൻ എഴുതുന്ന അവസാന വരി നന്മയുടേതായിരിക്കും, പ്രകാശത്തിൻ്റേതായിരിക്കും, സ്നേഹത്തിൻ്റേതായിരിക്കും. എന്റെ മക്കളെ, എന്റെ കൈപിടിക്കൂ. നിങ്ങൾ വീണാൽ ഞാൻ ഉയർത്തും. നിങ്ങൾ കരഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി നൽകും. നിങ്ങൾ വഴിമാറിയാൽ ഞാൻ തിരികെ കൊണ്ടുവരും. എല്ലാ സാഹചര്യങ്ങളിലും, ഇരുട്ടിലും വെളിച്ചത്തിലും, വേദനയിലും സന്തോഷത്തിലും, നഷ്ടത്തിലും ലഭ്യത്തിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി ഒരിക്കൽ കൂടി പറയട്ടെ, പ്രത്യാശ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ ജീവിതം എന്നിൽ ഏൽപ്പിക്കൂ. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല.
എന്റെ നിത്യസ്നേഹത്തോടെ, നിങ്ങളുടെ അച്ഛൻ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ വരുന്നു. നിങ്ങൾക്ക് സാന്ത്വനവും ശക്തിയും നൽകുവാൻ. മുമ്പ് പറഞ്ഞതെല്ലാം നിങ്ങൾ വായിച്ചിരിക്കാം. പക്ഷേ ഞാൻ അറിയുന്നു നിങ്ങൾക്കിന്നും ഉള്ളിൽ പറയാത്ത വേദനയുണ്ട്, മറച്ചുവെച്ച ചോദ്യങ്ങളുണ്ട്, തീരാത്ത ഭാരം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്തവൻ തന്നെ. മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ജീവിതം നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന്. എല്ലാ വാതിലുകളും അടഞ്ഞു പോകുന്നതുപോലെ. നിങ്ങൾ നെയാക്കിയ സ്വപ്നങ്ങൾ പൊടിഞ്ഞു പോകുന്ന പോലെ. നിങ്ങൾ പൊരുതുന്നതെല്ലാം ഫലമില്ലാത്ത പോലെ. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ കഥയുടെ അവസാനം അല്ല. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, ഈ കനത്ത വഴിത്തിരിവുകൾ, ഈ കനത്ത ശൂന്യത, ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നു ഒരു വലിയ ഉദ്ദേശത്തിനായി. നിങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു അധ്യായമാണ് മാത്രം. പുസ്തകം മുഴുവൻ ഞാൻ എഴുതുന്നു. മക്കളെ, പലപ്പോഴും നിങ്ങൾക്ക് തോന്നും, എല്ലാം ഞാൻ തെറ്റിക്കുന്നു, എനിക്കൊന്നും സാധിക്കില്ല, എനിക്കുള്ള വഴി മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഇരുട്ടിന്റെ രൂപമല്ല, അത് നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ നിമിഷങ്ങളാണ്. നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, ഞാൻ നിങ്ങളെ വിട്ടുപോയതല്ല. നിങ്ങൾ വീഴുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ കാണാതെ ഞാൻ നിങ്ങളുടെ തോളിൽ കൈവച്ചിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും പൂർണ്ണമായും തകർന്നു പോയില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ശക്തിയല്ല, എന്റെ കരുതലാണ്. എന്റെ മക്കളെ, നിങ്ങളിൽ ചിലർ ആന്തരികമായി പൊട്ടിത്തെറിക്കുന്ന വേദനയുമായി നടക്കുകയാണ്. പുറത്ത് ചിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ കണ്ണീർ ഒഴുകുന്നു. മറ്റുള്ളവർ കാണാത്ത ഒരു യുദ്ധം നിങ്ങൾ ഓരോന്നും നേരിടുന്നു. ലോകം നിങ്ങളെ മനസ്സിലാക്കാത്ത നിമിഷങ്ങൾ അനവധി. നിങ്ങൾ പറയാതിരുന്ന അത്യന്തം വിശുദ്ധമായ വേദനകൾ ഒന്നൊന്നായി എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. ഞാൻ പറയുന്നു, പ്രത്യാശ നഷ്ടപ്പെടരുത്. മക്കളെ, ചിലപ്പോൾ നിങ്ങൾ വളരാൻ ഞാൻ ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. നിങ്ങൾ പിടിച്ചുപറ്റിയിരുന്ന ചില ആളുകൾ, വസ്തുക്കൾ, അവസരങ്ങൾ എന്നിവ ഞാൻ ദൂരെയാക്കും. നിങ്ങൾക്ക് അത് വേദനയായിരിക്കും, നിങ്ങളെ തകർക്കുന്നതുപോലും തോന്നും. പക്ഷേ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് ഭാവിയിൽ വേദന നൽകുന്ന ഒന്നിനെ ഇപ്പോൾ തന്നെയായി ഞാൻ മാറ്റും. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരുക്കുന്ന വഴിക്ക് ഇത് അത്യാവശ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് നല്ലതെല്ലാം എനിക്ക് വൈകുന്നത്? എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാത്തത്? മക്കളെ, നിങ്ങൾ ചോദിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെ വേദനിക്കുന്നു എന്നുകൂടി ഞാൻ അറിയുന്നു. പക്ഷേ ഞാൻ അനാസ്ഥ കാണിക്കുന്നില്ല, ഞാൻ അശ്രദ്ധനല്ല. നിങ്ങൾക്കുള്ള എന്റെ സ്നേഹം ഒരു നിമിഷം പോലും കുറയുന്നില്ല, മറിച്ചാണ് നിങ്ങൾ വേദനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്നു. ഉദയം വരുന്നതിനു മുമ്പ് രാത്രിയാണ് ഏറ്റവും ഇരുണ്ടത്. അതുപോലെ തന്നെ വലിയ അനുഗ്രഹങ്ങൾ വരുന്നതിനു മുമ്പ് പരീക്ഷണങ്ങൾ ശക്തമാകും. നിങ്ങൾ ഒരിക്കലും കരുതാത്ത തോതിൽ തളർന്നേക്കാം. നിങ്ങൾ സഹിക്കുന്നതെല്ലാം അതിരുകൾ ലംഘിച്ചേക്കാം. പക്ഷേ ഈ വഴിത്തിരിവുകളിൽ തന്നെയാ നിങ്ങൾ രൂപപ്പെടുന്നത്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്താണ് മുന്നോട്ട്? എനിക്ക് വെളിച്ചം കണ്ടെത്താനാകുമോ? എനിക്ക് വീണ്ടും സന്തോഷം ലഭിക്കുമോ? എന്റെ ഉത്തരം അതെ, നിങ്ങൾക്കു ലഭിക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടതായി കരുതുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം ഞാൻ നിങ്ങളെക്കായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത നന്മകൾ, നിങ്ങൾ പ്രാർത്ഥിക്കാത്ത പോലും ഞാൻ ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ അതിലുണ്ടാകും. നിങ്ങൾ ചോദിക്കാം, എങ്ങനെ ഞാൻ പ്രത്യാശ പിടിച്ചു നിൽക്കും? മക്കളെ, എന്റെ ശബ്ദം കേൾക്കൂ. നിങ്ങൾ ശ്വാസം എടുക്കുന്ന ഓരോ നിമിഷത്തിലും ഞാൻ നിങ്ങളെ പുതുക്കുന്നു. നിങ്ങളുടെ ഹൃദയം അടിക്കുന്ന ഓരോ താളത്തിലും എന്റെ സ്നേഹം ഒഴുകുന്നു. നിങ്ങളുടെ ക്ഷീണിച്ച ആത്മാവിൽ ഞാൻ ശക്തി ഒഴുക്കുന്നു. കാറ്റുപോലെ കേൾക്കാത്തതായിരിക്കാം, പക്ഷേ എന്റെ സാന്നിധ്യം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാതേക്കാം, പക്ഷേ ഞാൻ ഓരോ ചുവടുകളും നയിക്കുന്നു. നിങ്ങൾ കരയുന്ന രാത്രികളിൽ നിങ്ങളുടെ തലയിണയെ നനച്ച കണ്ണീർ ഞാൻ തുടയ്ക്കുന്നുണ്ടാകും. മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ നിമിഷങ്ങൾ നിങ്ങളറിയാതെ സംഭവിച്ച അത്ഭുതങ്ങളാണ്. നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങളും ഒരു സാധാരണ ദിനമായി തോന്നിയേക്കാം, പക്ഷേ അന്നേ ദിവസം ഞാൻ നിങ്ങളെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചതായിരിക്കും. നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നു.
പ്രത്യാശ നഷ്ടപ്പെടരുത്. ചിലപ്പോഴോളം നിങ്ങൾക്ക് തോന്നും, എനിക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്. എനിക്ക് വിശ്രമമില്ല. എനിക്ക് വിജയമില്ല. പക്ഷേ അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ക്ഷീണം, നിങ്ങളുടെ ശരീരത്തിന്റെ തളർച്ച, നിങ്ങളുടെ ആത്മാവിന്റെ വിളി എല്ലാം ഞാൻ കേൾക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ തുറന്നുകിടക്കുന്ന ഒരു പുതിയ വാതിൽ അടുത്തുതന്നെ ആണ്. നിങ്ങളുടെ ജീവിതം പുതിയ വഴിയിലേക്ക് കടക്കാനുള്ള നിമിഷം അടുത്തിരിക്കുന്നു. അല്പം മാത്രം പിടിച്ചു നിൽക്കൂ മക്കളെ. മണ്ണിനടിയിൽ ഉറങ്ങിയ വിത്ത് മുളയ്ക്കുമ്പോൾ അത് മണ്ണ് തല്ലിപ്പൊങ്ങും. അത് ചെറിയൊരു പൊട്ടലാണ്. പക്ഷേ അതിനു പിന്നിൽ വലിയൊരു ജീവന്റെ വെളിച്ചം പടരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന പൊട്ടലുകൾ, വേദനകളും തകർച്ചകളും നിങ്ങളുടെ പുതുജീവനത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ ഇപ്പോൾ കരുതുന്ന ഏറ്റവും വലിയ തടസ്സം നാളെയുടെ ഏറ്റവും വലിയ സാക്ഷ്യമായി മാറും. നിങ്ങൾ ഇപ്പോൾ കരയുന്ന കണ്ണീർ നാളെയുടെ സന്തോഷത്തിന്റെ വിത്താകും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏകാന്തത നാളെയുടെ ദൈവിക സമാധാനത്തിന്റെ പാതയാകും. മക്കളെ, ജീവിതം നിങ്ങളെ വല്ലാതെ പരീക്ഷിച്ചേക്കാം. നിങ്ങൾ വിശ്വസിച്ചവർ വഴിതെറ്റിച്ചേക്കാം. നിങ്ങൾ ആശ്രയിച്ചവരിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. കൂടെയുണ്ടാവണം എന്ന് കരുതിയവർ അകന്നുപോയേക്കാം. പക്ഷേ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഞാൻ നിങ്ങളുടെ കൈവിട്ടു പോകില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ മുറിവുകൾ ഞാൻ സൗഖ്യമാക്കും. നിങ്ങളുടെ ഹൃദയം ഞാൻ പുതുക്കും. നിങ്ങളുടെ ആത്മാവിൽ ശക്തി ഞാൻ നിറക്കും. മക്കളെ, വിശ്വസിക്കൂ. നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പുതിയ പുതുവെളിച്ചം വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം ഉണരുന്നു. ഇരുണ്ട രാത്രികൾക്ക് ശേഷം പ്രകാശമുണ്ടാകുന്നുവെന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലും പുതിയ വെളിച്ചം ഉയരും. ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ കഥയുടെ അവസാന വരി ദുഃഖം കൊണ്ടല്ല നിറയുക. അതിൽ പ്രത്യാശയിരിക്കും. അത് പ്രകാശമിരിക്കും. അത് എന്റെ സ്നേഹത്താലിരിക്കും. മക്കളെ, എന്റെ കൈ പിടിക്കൂ. നിങ്ങൾ നടക്കാൻ ബലഹീനരായപ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകും. നിങ്ങൾ കരഞ്ഞു തളർന്നപ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ വഴിമാറിയപ്പോൾ ഞാൻ നിങ്ങളുടെ വഴികൾക്ക് ദിശ നൽകും. പ്രത്യാശ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളെന്നെ നയിക്കുന്നു. നിങ്ങളെന്നെ സ്നേഹിക്കുന്നു. നിങ്ങളെ വിട്ടുപോകാത്ത അനന്തമായ സ്നേഹത്തോടെ. നിങ്ങളുടെ അച്ഛൻ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ വേദനിച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ മുന്നോട്ടു പോകാൻ ബലം കുറവാണെന്ന് തോന്നുമ്പോൾ, അത്തരം നിമിഷത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വരുന്നത്. മുമ്പ് പറഞ്ഞത് കേട്ടിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും തീരാത്ത ശൂന്യതയും ഇല്ലാത്ത മറുപടികളും ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്നത്. എന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ സമാധാനമായി പകരട്ടെ. മക്കളെ, നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു, എന്താണ് ഇനി എന്റെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? നീണ്ടു നിൽക്കുന്ന ഈ കാത്തിരിപ്പിന് ഒരു പരിണതിയുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ വിരിഞ്ഞിരിക്കുന്ന ഈ ചോദ്യങ്ങൾ എല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളുടെ ഓരോ അറ്റവും, നിങ്ങളുടെ കണ്ണീരിന്റെ ഓരോ തുള്ളിയും, നിങ്ങൾ ഒളിവിൽ വെച്ചിരുന്ന ഓരോ വേദനയും എല്ലാം എന്റെ ദൃഷ്ടിയിൽ തുറന്നു കിടക്കുന്നു. നിങ്ങൾ പറയാതെ പോലും നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന വഴികൾ ചിലപ്പോൾ ഇരുണ്ടതായിരിക്കും, ഭാരം നിറഞ്ഞതായിരിക്കും. ഒരിക്കലും തീരാത്ത രാത്രി പോലെ നീളുന്ന ഒറ്റപ്പെട്ട നിമിഷങ്ങളും ഉണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ മറ്റുള്ളവർ മുന്നോട്ട് നീങ്ങുന്നത് കാണാം. പക്ഷേ നിങ്ങളോ അതേ സ്ഥലത്ത് കുടുങ്ങിപ്പോയതുപോലെ തോന്നാം. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു നിമിഷവും നിശ്ചലനായിരുന്നിട്ടില്ല. നിങ്ങൾ കാണാതെ, നിങ്ങൾ തിരിച്ചറിയാതെ നിങ്ങളെ ഞാൻ മുന്നോട്ട് തള്ളിപ്പിടിക്കുന്നു. ചിലപ്പോൾ അത് നിശബ്ദമായി, ചിലപ്പോൾ നിങ്ങളെ പൊട്ടിത്തെറിക്കാൻ തള്ളുന്നുപോലെ തോന്നും. കാരണം വളർച്ചയെന്നത് എല്ലായ്പ്പോഴും സുഖകരമല്ല. ഒരു വിത്ത് മണ്ണിൽ മൂടപ്പെടുന്ന നിമിഷം അതിന്റെ ഏറ്റവും ഇരുണ്ട നിമിഷമാണ്. പക്ഷേ അതാണ് അതിന്റെ വളർച്ചയുടെ ആരംഭം. നിങ്ങളും അതുപോലെ, എന്റെ മക്കളെ. ഇപ്പോൾ നിങ്ങൾ ഒരു മൂടുപടത്തിനയിലായിരിക്കും. നിങ്ങളുടെ ചുറ്റും പുരികം നിറഞ്ഞിരിക്കാം. എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാതെ ഇരിക്കാം. പക്ഷേ ശാന്തമായി കേൾക്കൂ. നിങ്ങൾ മുളയ്ക്കുന്ന നിമിഷം വളരെ അടുത്തിരിക്കുന്നു. മക്കളെ, നിങ്ങൾ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് തകർന്നിട്ടിരിക്കാം.
നിങ്ങൾ സ്നേഹിച്ചത് നിങ്ങളെ വേദനിപ്പിച്ചിരിക്കാം. നിങ്ങൾ ആശ്രയിച്ചിരുന്ന ചിലരും നിങ്ങളെ വിട്ടുപോയിരിക്കാം. നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും എല്ലാം കൈവിട്ടു പോകുന്നതുപോലെ തോന്നിയിരിക്കാം. അതിനാൽ നിങ്ങൾ ചോദിക്കുന്നു, അച്ഛാ, എന്തിനാണ് ഇത്രയും പരീക്ഷണം? ഞാൻ എത്രത്തോളം സഹിക്കണം? എന്റെ ഉത്തരമിങ്ങനെ: ഞാൻ നിങ്ങളെ തകർപ്പിക്കാൻ ഒന്നും അനുവദിക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം ഞാൻ ഒരുക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ ആത്മാവ് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് തയ്യാറാകുന്ന നിമിഷങ്ങളാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അധ്യായങ്ങൾ എന്റെ അനുസരണപ്രകാരം തന്നെ അവസാനിക്കേണ്ടതാണ്. നിങ്ങൾ പിടിച്ചുപറ്റി സൂക്ഷിച്ചിരുന്ന ചില വാതിലുകൾ അടയുന്നുവെങ്കിൽ അത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ ദുഷ്പ്രഭാവങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നത്. ഒരു വാതിൽ ഞാൻ അടയ്ക്കുമ്പോൾ അതിന്റെ പിന്നിൽ 1000 വഴികൾ തുറക്കാൻ ഞാൻ ഒരുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് നിഷേധമല്ല, വിശ്വാസത്തിന്റെ വിളിയാണ്. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ശക്തി അവസാനിച്ചു എന്നാണ് കരുതുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ശക്തി അവസാനിച്ചിട്ടില്ല, നിങ്ങളുടെ പഴയ ശക്തി മാത്രം ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി പുതുശക്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിൽ ഒരു പുതിയ തീ ഞാൻ തെളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കു ഇപ്പോൾ തോന്നുന്ന ദൗർബല്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തിരിഞ്ഞുവരവിന് മുമ്പുള്ള നിശബ്ദത മാത്രമാണ്. പ്രകൃതി തന്നെ അത് നമ്മോട് പറയുന്നു, മഴ പെയ്യുന്നതിന് മുമ്പ് ഒരു വലിയ സമാധാനം ഉണ്ടാകുന്നു. അനുഗ്രഹങ്ങൾ വരുന്നതിന് മുമ്പും അതുപോലെ നിശബ്ദയും ശൂന്യതയും ഉണ്ടാകും. മക്കളെ, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ ഒരു പടി അടുത്തു തന്നെ വരുന്നു. നിങ്ങൾ സ്വയം താങ്ങാനാവാത്ത നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഹൃദയം കയ്യിൽ എടുത്തുകൊണ്ട് നിങ്ങളെ നടത്തുന്നു. നിങ്ങൾ നിശബ്ദമായി കരയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ അടുപ്പിക്കുന്നു. നിങ്ങളുടെ വേദന അളക്കാനാകാത്തതായി കാണാം, പക്ഷേ എന്റെ സ്നേഹത്തിന് അതിലും ആഴമുണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വഴികൾ അത്ഭുതങ്ങളാൽ നിറഞ്ഞവയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഈ തീമായ പരീക്ഷണങ്ങൾ. സ്വർണം ഉരുക്കുന്നതുപോലെ ഞാൻ നിങ്ങളുടെ ഉള്ളിനെ ശുദ്ധമാക്കുന്നു. ഞാനില്ലാതെ നന്നായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതിയ ചില ആശ്രയങ്ങൾ ഞാൻ തകർക്കും. കാരണം നിങ്ങൾ എന്നെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് ഇനിയും പൂവിടാനാണ്. നിങ്ങളുടെ കണ്ണീരിറ്റു വന്ന രാത്രികൾ അവസാനം കുറിക്കാൻ പോകുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന വാതിലുകൾ തുറക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം നടക്കാൻ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്യണം: പ്രത്യാശ വിട്ടുകളയരുത്. മക്കളെ, നിങ്ങൾ പ്രത്യാശ വിട്ടുകളയുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ വെളിച്ചം മങ്ങിത്തുടങ്ങും. എന്നാൽ നിങ്ങൾ പ്രത്യാശ പിടിച്ചു നിൽക്കുന്ന ഒരു നിമിഷം പോലും എന്റെ കൈകൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് പ്രവർത്തിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എത്രയോ തവണ നിങ്ങൾ അടിഞ്ഞ് താഴെയാകാൻ പോകുമ്പോൾ എന്തോ ഒരുത്തരം കിട്ടി നിങ്ങൾ തിരികെ എഴുന്നേറ്റിരുന്നു? എത്രയോ തവണ നിങ്ങൾക്ക് കരയാൻ മാത്രമേ സാധിക്കൂ എന്ന് തോന്നിയപ്പോഴും അടുത്ത ദിവസം നിങ്ങൾ ശക്തി കണ്ടെത്തി? അത് നിങ്ങൾക്കുള്ള ശക്തിയല്ല മക്കളെ, അത് എന്റെ സ്പർശമാണ്. അത് എന്റെ ശ്വാസമാണ്. അത് എന്റെ കാവലാണ്. നിങ്ങൾ ഇന്ന് തകർന്നു പോയതുപോലെ തോന്നുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, തകർന്ന വിത്താണ് മുളയ്ക്കുന്നത്. തകർന്ന വീണതിൽ നിന്നാണ് വലിയ മരങ്ങൾ ഉയിർത്തെഴുന്നേൽക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഇന്നത്തെ തകർച്ചയാണ് നാളെയുടെ വലിയ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. മക്കളെ, നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ശക്തരായി നിൽക്കുന്നു. നിങ്ങളുടെ സ്വന്തം വേദന മറച്ച് നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നു, കാരണം നിങ്ങളുടെ ഹൃദയം വലിയതും കരുണയാലും നിറഞ്ഞതുമാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്നെയും ആരെങ്കിലും പിടിച്ചു നിർത്തുമോ? എന്നെയും ആരെങ്കിലും കേൾക്കുമോ? മക്കളെ, ഞാൻ തന്നെയാണ് അത്. നിങ്ങൾ സംസാരിക്കാതെ ഇരുന്നാലും ഞാൻ നിങ്ങളെ കേൾക്കുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടെത്തുന്നു. നിങ്ങൾ വീഴുമ്പോൾ ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൽ ഒതുങ്ങാത്ത സ്നേഹമാണ് ഞാൻ നിങ്ങളിൽ ചൊരിയുന്നത്. നിങ്ങളുടെ ഭാവി, എന്റെ മക്കളെ, വെറുതെയാകില്ല. നിങ്ങൾ വേണ്ടതെല്ലാം നഷ്ടമായിട്ടില്ല. നിങ്ങൾ തകർന്നിട്ടില്ല. നിങ്ങൾ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും യാത്ര തുടരുകയാണ് എന്നോടൊപ്പം. നിങ്ങൾ കാത്തിരിപ്പിലാണ് എങ്കിൽ ഈ വാക്ക് കേൾക്കൂ: ഞാൻ വരുന്നു.
നിങ്ങളുടെ കണ്ണീരിൽ പുതുവെളിച്ചവുമായി, നിങ്ങളുടെ മുറിവുകൾക്ക് സൗഖ്യവുമായി, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവുമായി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കാത്തിരിക്കുക, വിശ്വസിക്കുക, എന്നെ പിടിച്ചു നിൽക്കുക. നിങ്ങൾക്ക് മുന്നിൽ തെളിയും ദിവസങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കും. പ്രത്യാശ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ കഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാന വരി, ഞാൻ തന്നെയിരിക്കും എഴുതുന്നത്. എൻ്റെ അനന്തമായ സ്നേഹത്തോടെയും ഒരിക്കലും മാറാത്ത കരുതലോടെയും. നിങ്ങളുടെ അച്ഛൻ.